നമസ്കാരം. നമ്മൾ ശനിയാഴ്ചത്തെ ബാക്കി വർക്കായിട്ട് വീണ്ടും ബ്രിസ്റ്റാഷൻ്റെ വർക്ക്ഷോപ്പിൽ ഇന്ന് ചെന്നിട്ടുണ്ട്. നമ്മുടെ ടൂൾ ഒന്നും കൂടിയൊക്കെ മോഡിഫൈ ചെയ്ത് ഹെവി ആക്കി ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആശാൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ലോഡ് ചെയ്ത ശേഷം അവരത് അഴിച്ചെടുത്തു. അതിന് ഇപ്പോൾ ഒരു ടോർക്ക് റേഞ്ച് ഉപയോഗിച്ചാണ് പുള്ളി പിടിച്ചത്. പക്ഷേ ആ ലോഡ് പുള്ളിക്ക് താങ്ങാൻ പറ്റാത്തതിന് വീണ്ടും നമ്മൾ ഈ 1.5 മീറ്റർ മുകളിൽ നീളമുള്ള പൈപ്പ് ഇട്ടാണ് പിടിക്കുന്നത്. അത്രയും ഹെവിയാണ്. വളരെ സാവധാനം മാത്രമാണ് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റുന്നത്. ഇത് ഇത്തരം ബുഷുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ ഇത് അഴിക്കുന്നതിനെ പറ്റി തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് കണ്ണൂരിൽ നിന്ന് പ്രമോദ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ മറ്റൊരാളും കൂടി മെസ്സേജ് ഇട്ട് ഇതെല്ലാം നമ്മൾ നോസിലിന് കത്തിച്ചിട്ടാണ് ഊരിയെടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ കത്തിച്ച് ഊരിയെടുക്കലൊന്നും കമ്പനികളുടെ പോളിസിയിൽ പെട്ടതല്ല. ഇത് അതിൻ്റെതായ ഒരു ടൂളൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇത്രയും വലിയൊരു ബുഷ് ഊരിയെടുക്കാൻ എന്നാൽ കാണുമ്പോൾ ചെറിയ ബുഷാണെങ്കിൽ കണ്ട ബോൾട്ടിൻ്റെ ഒക്കെ അവസ്ഥ കണ്ട. ഇന്ന് കൈക്ക് മാത്രമേ പിടിച്ചുള്ളൂ, ഗണ്ണിലൊന്നും അടിച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ തന്നെ അവർ ലിവറിട്ട് മാത്രം പിടിച്ചിട്ടാണ് ആ ബോൾട്ടിൻ്റെ ഹെഡിന് ആ ഡാമേജ് വന്നിട്ടുണ്ട്. അതേപോലെ 2-3 ഹൈ ടെൻഷൻ പ്ലേറ്റ് വാഷകൾ അരഞ്ഞു പോയിട്ടുണ്ട് കൈക്ക് പിടിച്ചിട്ട്. പക്ഷേ ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇൻസ്റ്റലേഷൻ വളരെ എളുപ്പമായിരുന്നു. ഇന്നലത്തെ നമ്മുടെ ബുഷിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ആ ബുഷ് കറക്റ്റായിട്ട് കയറുന്നുണ്ടായില്ല. ഈ പ്രാവശ്യം അത് വിമൽ കറക്റ്റ് ചെയ്ത് തന്നുകൊണ്ട് ഇൻസ്റ്റലേഷനൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഇപ്പം നമ്മളത് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വലിയ ലോഡൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടൂള് കുറച്ചും കൂടി ഹെവി ആക്കി കഴിഞ്ഞാൽ ഇത് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. എങ്കിൽ പോലും ഇതൊരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ മെക്കാനിക്സിന് സമയത്തിന് എപ്പോഴും നല്ലത്. കാരണം എത്ര പരിചയക്കുറവാണെങ്കിലും 1.5 ദിവസമൊക്കെ 2 ബുഷ് ഊരാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രയും ലേബറൊന്നും തരാൻ നമ്മുടെ കസ്റ്റമേഴ്സ് തയ്യാറാവില്ല. അപ്പോൾ ഈ ഇതിനു മുമ്പ് നമുക്ക് ആലപ്പുഴയിൽ ഒരു ആശാൻ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എയ്സിൻ്റെ ചേസിൽ വരുന്ന ബുഷ് മാറ്റാൻ വല്ല മാർഗം. അന്ന് പക്ഷെ ഞാനത്ര ഗൗരവത്തിലെടുത്തില്ല, അന്വേഷിച്ചിട്ട് കിട്ടിയും ഉണ്ടായില്ല മെക്കാനിക്കൽ ടൈപ്പിലുള്ളത്. പിന്നീട് നമ്മുടെ എയ്സിൻ്റെ ഊരണ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത എനിക്ക് മനസ്സിലായത്. അന്ന് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നത് കത്തിച്ചും വെട്ടിയും മുറുക്കിയൊക്കെ അവർ എത്ര നേരം കൊണ്ടാണ് അത് ഊരിയെടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ ആശാൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കണം. തീർച്ചയായും ടൂൾ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകും. നമ്മളത് ഹൈഡ്രോളിക്കിൽ ചെയ്തെടുക്കാം എന്ന് നമ്മുടെ ടെക്നീഷ്യനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് സാധിക്കും. ഈ കത്തിച്ച് ബുദ്ധിമുട്ടുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് കണ്ട ബോൾട്ടിൻ്റെ ഒക്കെ അവസ്ഥ വളരെ മോശമാണ്. കൈക്ക് പിടിച്ചിട്ടും ബോൾട്ട് വാഷറൊക്കെ കുഴിഞ്ഞ് വളഞ്ഞൊക്കെയാണ് പോയിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം നമുക്ക് തീർച്ചയായും കണ്ടെത്താൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബുഷ് ഇൻസ്റ്റലേഷൻ വിജയകരമായി പൂർത്തിയാക്കി. ഇത്തരം ബുഷുകൾ അല്ലാത്ത രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് ശീലമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിവുകൾ പങ്കുവയ്ക്കുക.